ഏഷ്യയിലെ ഏറ്റവും വലിയ സ്ഥിരം നാടകവേദിയായ ഏരീസ് കലാനിലയത്തിന്റെ രക്തരക്ഷസ് ചാപ്റ്റർ 1 10,000 ചതുരശ്രയടി വിസ്തീർണമുള്ള സ്റ്റേജിൽ പടുകൂറ്റൻ ജംബോജറ്റ് വിമാനം പറന്നിറങ്ങുന്നു. വേദിയിൽ കാറുകൾ ചീറിപ്പായുന്നു. നിമിഷ നേരം കൊണ്ട് മിന്നിമറയുന്ന പടുകൂറ്റൻ സെറ്റിംഗ്സ്, സിനിമയെ വെല്ലുന്ന രീതിയിലുള്ള ഗാനരംഗങ്ങൾ, ഇടിയും മിന്നലും പേമാരിയും അരങ്ങിൽ വിസ്മയം തീർക്കുന്നു. ആധുനിക ശബ്ദ സംവിധാനത്തിന്റെ പരിപൂർണത വേദിയെ പ്രകമ്പനം കൊള്ളിക്കുന്നു. 180-ൽ പരം കലാകാരന്മാരും കലാകാരികളും വേദിയിൽ അണിനിരക്കുന്നു. രക്തരക്ഷസ് ചാപ്റ്റർ 1 ഇന്ത്യൻ നാടകവേദിയിലെ ഏറ്റവും വലിയ ഷോമാനായിരുന്ന കലാനിലയം കൃഷ്ണൻ നായർ 51 വർഷം മുമ്പ് അണിയിച്ചൊരുക്കിയ നാടകവേദിയിലെ ദൃശ്യവിസ്മയ ഇതിഹാസം രക്തരക്ഷസ് പത്തനംതിട്ട റിംഗ് റോഡിൽ കണ്ണമ്പത്തൂർ ഗ്രൗണ്ടിൽ അഥവാ ജിയോ ഗ്രൗണ്ടിൽ AC ഓഡിറ്റോറിയത്തിൽ വൈകിട്ട് 6 മണിക്കും രാത്രി 9 മണിക്കും 2 അവതരണങ്ങൾ. രക്തരക്ഷസ് ചാപ്റ്റർ 1. ഇന്നത്തെ പ്രധാന വാർത്തകൾ വായിക്കുന്നത് ആൻസി ജോർജ്. അമേരിക്കയിൽ ആകാശ ദുരന്തം. സൈനിക ഹെലികോപ്റ്ററും യാത്രാ വിമാനവും കൂട്ടിയിടിച്ചായിരുന്നു അപകടം. 18 മൃതദേഹങ്ങൾ കണ്ടെത്തി. കൂടുതൽ ആളുകൾ മരിച്ചിട്ടുണ്ടെന്ന് റിപ്പോർട്ടുകൾ. രാജ്യം ഇന്ന് മഹാത്മാഗാന്ധി അനുസ്മരിച്ചു. രാഷ്ട്രപിതാവിന്റെ രക്തസാക്ഷി ദിനാചരണത്തിൽ രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും അടക്കമുള്ളവർ രാജ്ഘട്ടിലെത്തി അനുസ്മരണ ചടങ്ങുകളിൽ പങ്കെടുത്തു. 40 പേരുടെ മരണത്തെ തുടർന്ന് നിർത്തിവെച്ച മഹാകുംഭമേള പുനരാരംഭിച്ചു. കൂടുതൽ ശക്തമായ സുരക്ഷാ ക്രമീകരണങ്ങളോടെയാണ് കുംഭമേള പുനരാരംഭിച്ചത്. PV അൻവർ കോൺഗ്രസ് വേദിയിൽ. മലയോര പ്രദേശങ്ങളിലെ പ്രശ്നങ്ങൾ ഉയർത്തി പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ നേതൃത്വത്തിൽ നടക്കുന്ന UDF ജാഥയിൽ പങ്കെടുത്താണ് അൻവർ സംസാരിച്ചത്. വർദ്ധിച്ചു വരുന്ന വന്യജീവി ആക്രമണങ്ങളെ തുടർന്ന് വനം വകുപ്പ് മിഷൻ ഫുഡ്, ഫോഡർ ആൻഡ് വാട്ടർ പദ്ധതി ആരംഭിക്കുന്നു. മൃഗങ്ങൾക്ക് ആവശ്യമായുള്ള വെള്ളവും ഭക്ഷണവും വനത്തിനുള്ളിൽ ഉറപ്പുവരുത്തുകയാണ് സർക്കാർ ലക്ഷ്യം. മഞ്ചേരിയിൽ കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെടുന്നു എന്ന ഭീതിയിൽ 3 മാസം പ്രായമുള്ള കുഞ്ഞിനെ കൊന്ന് വീട്ടമ്മ ആത്മഹത്യ ചെയ്തു. ഓളമതിൽ ആലുങ്ങാപ്പറമ്പിൽ മിനിമോളാണ് മരിച്ചത്. തിരുവനന്തപുരം ബാലരാമപുരത്ത് 2 വയസ്സ് മാത്രം പ്രായമുള്ള കുഞ്ഞിനെ അമ്മാവൻ കിണറ്റിലെറിഞ്ഞു കൊന്നതായി പരാതി. ജീവനോടെയാണ് കുഞ്ഞിനെ കിണറ്റിലെറിഞ്ഞത്. പ്രതി കുറ്റം സമ്മതിച്ചതായി പോലീസ്. കേരളത്തിലെ പള്ളിത്തർക്കത്തിൽ സുപ്രീം കോടതിയുടെ പുതിയ വിധി. പള്ളികൾ പിടിച്ചെടുക്കുന്ന നിലവിലെ സ്ഥിതിക്ക് മാറ്റമുണ്ടാകും. പള്ളികളിൽ പോലീസ് കയറുന്നതിനോട് കോടതി വിയോജിച്ചു. 6 പള്ളികൾ ഏറ്റെടുക്കാൻ സഹായിക്കണമെന്ന ഓർത്തഡോക്സ് സഭയുടെ കേസുമായി ബന്ധപ്പെട്ടാണ് സുപ്രീം കോടതിയുടെ പുതിയ വിധി.